കേന്ദ്രത്തിനെതിരെ പുതിയ പരാതിയുമായി പ്രതിപക്ഷ നേതാവ്. UPSC വഴിയുള്ള നിയമനങ്ങൾ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. RSSുമായി ബന്ധമുള്ളവർക്ക് സർക്കാർ കൂടുതൽ സഹായം നൽകുന്നു. RSSുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരെയാണ് മോദി സർക്കാർ കൂടുതലായി നിയമിക്കുന്നത്. SC, ST, OBC വിഭാഗങ്ങളുടെ സംവരണം സർക്കാർ കവർന്നെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്കുള്ള നിയമനങ്ങളിൽ ലാറ്ററൽ എൻട്രി വഴിയാണ് നിയമനം നടത്തുന്നത്. ഇതിലൂടെ റിക്രൂട്ട്മെന്റ് തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിൽ നിയമിക്കപ്പെടുന്നത് വളരെയധികം കുറവാണ്. പുതിയ തീരുമാനം അവരെ കൂടുതലായി ബാധിക്കും. ഉന്നത പദവികളൊന്നും അവർക്ക് ലഭിക്കില്ല. സിവിൽ സർവീസസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വല്ലാതെ കുറയുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചിരിക്കുകയാണ്. നേരത്തെ ലാറ്ററൽ എൻട്രി വഴി സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കാനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ ആരംഭിച്ചിരുന്നു. 45 സ്പെഷ്യലിസ്റ്റുകളെയാണ് ഇതുപ്രകാരം കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത്. ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിങ്ങനെ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ വകുപ്പുകളിലേക്കാണ് നിയമനം. എന്നാൽ കേന്ദ്രം RSSുമായി ബന്ധമുള്ളവരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. IAS, IPS, IFS തുടങ്ങി ഗ്രൂപ്പ് A ഓഫീസർമാരെയാണ് സാധാരണ ഈ പദവികളിൽ നിയമിച്ചിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ UPSC വഴി ഈ പദവികളിൽ നിയമനം നടത്തുമെന്ന് നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. ഇത് പുതിയ ആളുകൾ ഈ മേഖലയിലേക്കും വരുന്നതിനടക്കം തടസ്സമാകുമെന്ന് ഉറപ്പായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ലാറ്ററൽ എൻട്രി സംവിധാനം ശരിയല്ല. അത് കഴിവുള്ള യുവാക്കളുടെ അവകാശങ്ങളെ തന്നെ കൊള്ളയടിക്കും. സാമൂഹിക നീതി എന്ന സങ്കല്പത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സെബിയിലെ സർക്കാർ പദവികളിൽ കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ ഇരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ആദ്യമായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വ്യക്തിയെ ചെയർപേഴ്സണാക്കിയിരിക്കുകയാണ് സെബിയിലെന്ന് രാഹുൽ ആരോപിച്ചു. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. SC, ST, OBC വിഭാഗങ്ങളെ സർക്കാർ വകുപ്പുകളിൽ നിയമിക്കുന്ന കാര്യത്തിൽ കടുത്ത അവഗണനയുണ്ട്. ഇവരെ മനഃപൂർവ്വം മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. സംവരണത്തിനെതിരെ ഇരട്ട ആക്രമണമാണ് BJP നടത്തുന്നത്. റിക്രൂട്ട്മെന്റ് നടപടികൾ പിന്നോക്ക വിഭാഗക്കാരെ അവഗണിക്കുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. BJP അവരുടെ പ്രത്യയശാസ്ത്ര സഖ്യകക്ഷികളെ നിയമിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് SPയും BSPയും ആരോപിച്ചു. ഒക്ടോബർ 2 മുതൽ ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അഖിലേഷ് യാദവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.